നമസ്കാരം, എന്റെ പേര് സെൽജു എന്നാണ്. ഞാൻ ആലുവ ശ്രാമ്പിക്കൽ ട്രഡേഴ്സിൽ നിന്നാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജാക്കിന്റെ W4 എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ലോക്ക് മെഷീനാണ്. ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടീഷർട്ട്, ബനിയാൻ സംബന്ധമായിട്ടുള്ള എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും തയ്ക്കാവുന്ന രീതിയിലായിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ടീഷർട്ട് ഫുള്ളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, ലെഗിൻസ് അടിക്കാം, അങ്ങനെ വരുന്ന ഇപ്പൊ അണ്ടർ ഗാർമെന്റ്സിനകത്ത് വരുന്ന പാന്റീസ് തയ്ക്കാം. ഇതെല്ലാം തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ W4 എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ലോക്ക് മെഷീൻ. ഇതിന്റെ സ്റ്റിച്ച് വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് 5 നൂലില് വീതിയിൽ വന്നാണ് സ്റ്റിച്ച് 5 നൂലിൽ തയ്ച്ചേക്കണത്. വീതി കുറഞ്ഞിട്ട് വന്നാണ് സ്റ്റിച്ച് നമ്മൾ 4 നൂലിൽ തയ്ച്ചേക്കണതുമാണ്. ഇത് ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. മെയിനായിട്ട് ഇത് തയ്ക്കുന്നത് ബനിയാൻ ക്ലോത്ത് എന്നുള്ള രീതിയിലാണ്. സ്ട്രെച്ചബിൾ മെറ്റീരിയൽ എന്താണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇപ്പൊ പരിചയപ്പെടുത്തുന്ന മെഷീൻ ജാക്കിന്റെ E3 5 ത്രെഡ് ആണ്. ലോക്ക് മെഷീനാണ്, ഇന്റർലോക്കിംഗ് മെഷീനാണ്. ഇത് 5 നൂലിലാണ് ഈ മെഷീൻ തയ്ക്കുന്നത്. 5 നൂലിൽ തയ്ക്കുമ്പോൾ അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 2 നൂല് ഒഴിവാക്കാം. 3 നൂലിൽ തയ്ക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. നോർമൽ ലോക്കിംഗ് ആയിട്ടുള്ളതുണ്ട്. ഇതിന്റെ മെഷീൻ നമുക്ക് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനുള്ളതാണ്. ഇത് ജാക്കിന്റെ H2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റെക്സിന് അടിക്കുന്ന മെഷീനാണ്. സാധാരണ ജംബോ ഷട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്സിന് അടിക്കുമ്പോൾ നീക്കം കുറവായിരിക്കും, നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തടിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ ജാക്കിന്റെ H2 എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്യൂം ഫുഡ് എന്ന് പറയും. നമ്മൾ നടന്ന് തയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത് തയ്ക്കും. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിന്റെ അകലം നമുക്ക് 12 mm ലെങ്ത് വരെ കിട്ടും. ഇത് നമുക്ക് തള്ളിച്ച് കൂടുതൽ കിട്ടും. റെക്സിന് അടിക്കുമ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും, റെക്സിന് അടിക്കുമ്പോൾ നമ്മൾ ഓയിൽ കൊടുത്തിട്ട് റെക്സിന് ഓയിൽ ഒഴിച്ചിട്ട് വേണം അടിച്ച് ഇങ്ങനെ തള്ളി കൊടുക്കാനായിട്ട്. ഇതതിന് വേണ്ട മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തള്ളിക്കോളും. വാക്യൂം ഫുഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ജാക്കിന്റെ H2 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും.